പ്രിയപ്പെട്ടവരെ, ഫ്രഞ്ച് തത്വചിന്തകനായ വോൾട്ടയർ പറഞ്ഞു വെച്ചു, ഞാൻ മരിച്ച് 100 വർഷങ്ങൾക്ക് ശേഷം ബൈബിൾ ഒരു മ്യൂസിയം പീസായിരിക്കും എന്ന്. അതിൻ്റെ അർത്ഥം നമുക്ക് അറിയാമല്ലോ. ബൈബിള് കാര്യമായി അച്ചടിക്കില്ല, ബൈബിൾ വായിക്കുന്നവരുടെ എണ്ണം കുറയും. അങ്ങനെ ബൈബിള് ഈ ഭൂമുഖത്തു നിന്ന് തന്നെ തുടച്ചു മാറ്റപ്പെടും എന്നുള്ളതാണ്. എന്നാൽ ചരിത്രം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. വോൾട്ടയർ മരിച്ച് 50 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം താമസിച്ചിരുന്ന വസതി ജനീവ ബൈബിൾ സൊസൈറ്റി ഏറ്റെടുക്കുകയും അത് ബൈബിൾ പ്രിൻ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. സ്നേഹമുള്ളവരെ, സൂര്യനെ ആർക്കും മറച്ചു വയ്ക്കുവാൻ സാധ്യമല്ല. അതുപോലെ ദൈവത്തിൻ്റെ വചനത്തെ, അതിൻ്റെ ശക്തിയെക്കുറിച്ച്, അത് അവർണ്ണനീയമാണ്, അതിനെ ഇല്ലാതാക്കുവാൻ, ഈ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കുവാൻ ആർക്കും സാധ്യമല്ല. ഇനി ചൈനയിൽ വലിയൊരു സാംസ്കാരിക വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് ബൈബിളിനെ അധിക്ഷേപിക്കുകയും ബൈബിൾ കൂട്ടിയിട്ട് കത്തിക്കുകയും അതോടൊപ്പം തന്നെ ബൈബിള് ടോയ്ലറ്റ് പേപ്പറായി ഉപയോഗിക്കുകയും ചെയ്ത ഒരു ചെറിയൊരു കാലയളവുണ്ട്. ആ സമയത്ത് പോലും അങ്ങനെ ഉപയോഗിക്കുന്ന ആ പേപ്പറിൽ നിന്ന് ദൈവത്തിൻ്റെ വചനങ്ങൾ സ്വീകരിക്കുവാൻ, വായിക്കുവാൻ, ശക്തിപ്പെടുവാനായിട്ട് ധാരാളം വ്യക്തികൾ ശ്രമിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു ചരിത്രപരമായ സവിശേഷത. ചുരുക്കത്തിൽ സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ശക്തി നിർജീവമാകുന്ന നിമിഷങ്ങളിൽ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല, പ്രതീക്ഷകളൊക്കെ എല്ലാം കെട്ടടങ്ങിയെന്ന് വിചാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അടിമത്തങ്ങളിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളിൽ ഇതാ ശക്തിയായി, അടിമത്തങ്ങളിൽ നിന്ന് മോചനമായി, ജീവിതത്തിന് പുതിയ ഉയർച്ചയായി, ഉൾക്കാഴ്ചയായി ദൈവത്തിൻ്റെ വചനം ഇവിടെ എത്തുകയാണ്. ദൈവത്തിൻ്റെ വചനം ശക്തിയുള്ള വചനമാണ്. അതിനെ തടുക്കുവാൻ, അതിൻ്റെ ആധികാരികതയെ ചോദ്യം ചെയ്യുവാൻ പ്രിയപ്പെട്ടവരെ ആർക്കും സാധ്യമല്ല. ഞാൻ ഇപ്പോൾ ഈ കാലയളവിൽ പ്രീച്ച് മിനിസ്ട്രിയിൽ ഇൻവോൾവ് ആകുന്നതോടൊപ്പം തന്നെ ബൈബിൾ പ്രിൻറ്റിംഗ് മിനിസ്ട്രിയിലും ഇൻവോൾവാണ്. ഏകദേശം 127 സ്റ്റാഫുണ്ട് ബൈബിൾ പ്രിൻ്റ് ചെയ്യുന്ന ആ സ്ഥാപനത്തിൽ, ഡിവൈൻ പ്രിൻറ്റേഴ്സിൽ. ചാർജ് എടുക്കുന്ന കാലഘട്ടങ്ങളിൽ എൻ്റെ കൂടെയുള്ളവരും സഹപ്രവർത്തകരും ഒക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അച്ചോ, എല്ലാവരും ഡിജിറ്റൽ മീഡിയയിലേക്ക് മാറി, അതുപോലെ തന്നെ ബൈബിൾ റീഡിംഗ് ഒക്കെ വളരെ കുറഞ്ഞു, പ്രത്യേകിച്ച് പുതിയ തലമുറയൊക്കെ ബൈബിൾ വായിക്കുന്നത് വളരെ കുറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് ഇനി പ്രിൻറ്റിംഗ് എല്ലാം പതുക്കെ പതുക്കെ കുറയുമെന്ന് പറഞ്ഞു. എന്നാൽ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 3 വർഷത്തെ അനുഭവം വ്യത്യസ്തമാണ്. അതായത് കഴിഞ്ഞ 3 വർഷങ്ങൾ ഞാൻ താരതമ്യം ചെയ്യുമ്പോൾ ഒരു ഭാഷയിലടിക്കുന്ന ബൈബിളുമായിട്ട് മാത്രമല്ല ഞാൻ താരതമ്യം ചെയ്യുന്നത്. ഏകദേശം 18 ഭാഷകളിൽ ബൈബിൾ അടിക്കുന്നുണ്ട്. പ്രധാനമായും ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, തമിഴ്, ഈ 4 ഭാഷകളിൽ പ്രധാനമായിട്ടും പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് റീഡേഴ്സിൻ്റെ എണ്ണം, പ്രത്യേകിച്ച് ബൈബിൾ വായിക്കുന്നവരുടെ എണ്ണം കൂടി എന്ന്. ഇത് കേരളത്തിലെയോ ഇന്ത്യയിലെയോ മാത്രം സവിശേഷതയല്ല, മറിച്ച് ഈ ബൈബിൾ പ്രിൻ്റ് ചെയ്ത് മിഷൻ പ്രവർത്തനമായിട്ട് തന്നെ ഏറ്റെടുത്തുകൊണ്ട് അനേകം വിദേശ രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ആഫ്രിക്കയിലെ ഉഗാണ്ട, റുവാണ്ട, നൈജീരിയ, ടാൻസാനിയ എന്നീ സ്ഥലങ്ങളിലേക്കൊക്കെ പ്രിയപ്പെട്ടവരെ ബൈബിള് അയക്കാറുണ്ട്. അതോടൊപ്പം തന്നെ UK-യിലേക്കും ലാത്വിയയിലേക്കും ശ്രീലങ്കയിലേക്കും ഒക്കെ നമ്മൾ ഇംഗ്ലീഷ് ബൈബിളും അയക്കാറുണ്ട്.
സ്നേഹമുള്ളവരെ, ഇവിടെ എന്താണ് സംഭവിച്ചത്? അതെ, ഇവിടെ വചനം വായിക്കുവാൻ താല്പര്യം കാണിക്കുന്ന വ്യക്തികളുടെ എണ്ണം കൂടുന്നു എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. ഇനി ഇപ്പോഴത്തെ തലമുറ ബൈബിൾ വായിക്കുന്നില്ല എന്ന പരാതി പഴയ തലമുറയിലുള്ള വ്യക്തികൾക്കുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അത് മറിച്ചാണ്. കാരണം അനേകം ഭക്തസംഘടനകൾ ആക്റ്റീവായി പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ കാറ്റഗിസം ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജീസസ് യൂത്ത്, ശാലോവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഡിവൈൻ യൂത്ത് മൂവ്മെൻറ്റ്, അങ്ങനെയൊക്കെ ഒരുപാട് യൂത്ത് മൂവ്മെൻ്റ് ഉണ്ട്. KCBCയുടെ കീഴിലും എല്ലാം യൂത്ത് മൂവ്മെൻ്റ് ഉണ്ട്. ഇവിടെയെല്ലാം മനസ്സിലാക്കുക, അനേകം യുവജനങ്ങൾ ഈ ബൈബിൾ വായിക്കുവാൻ, അത് ധ്യാനിക്കുവാൻ, അതനുസരിച്ച് ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഏപ്രിൽ മെയ് മാസങ്ങളായാൽ കാണുവാൻ സാധിക്കും. അതായത് മാതാപിതാക്കന്മാരൊക്കെ ശ്രമിക്കുന്ന എന്താ, അല്ലെങ്കിൽ പാരിഷ് പ്രീസ്റ്റൊക്കെ ശ്രമിക്കുന്ന എന്താണ്? ഗിഫ്റ്റായിട്ട് കൊടുക്കുവാനായിട്ട് ശ്രമിക്കുന്നത് ആദ്യ കുർബാന കുട്ടികൾക്ക് വിശുദ്ധ ഗ്രന്ഥമാണ്. അത് ഇംഗ്ലീഷ് ആയിരിക്കാം, ഹിന്ദി ആയിരിക്കാം, മലയാളമായിരിക്കാം. ചുരുക്കത്തിൽ സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം അത് ശക്തിയുള്ളതാണ്. കാരണം എന്താ? അതിൻ്റെ പ്രസക്തിയെയാണ് ഇത് വിളിച്ചറിയിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ, പ്രത്യേകിച്ച് തകർച്ചയിലൂടെ തകരുന്ന നിമിഷങ്ങളിൽ എന്നെയും നിങ്ങളെയുമൊക്കെ ശക്തിപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനമാണ്. ഒരുപക്ഷെ ഈ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ഞാനൊരു 6-7 മിനിറ്റ് മുഖവരെ പറഞ്ഞപ്പോൾ അത് കേൾക്കുന്ന നിങ്ങളിൽ തന്നെ ചിലപ്പോൾ ജീവൻ്റെ സ്പന്ദനം, ഒരു തുടിപ്പ് ഉണ്ടായിട്ടുണ്ടാവാം. ഇനി ഇതുപോലെ ബൈബിൾ മിനിസ്ട്രിയിൽ ഏർപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടാവാം. ധാരാളം വ്യക്തികളുണ്ട് ഇങ്ങനെ മറ്റു പല ഭാഷകളിലേക്ക് ബൈബിൾ അടിക്കുവാനായിട്ട് സംഭാവനകൾ നൽകുകയും അതോടൊപ്പം തന്നെ ഫിസിക്കലായിട്ട് അവർ തന്നെ ബൈബിൾ എടുത്ത് വിതരണം ചെയ്യുകയും ചെയ്യുന്ന ധാരാളം വ്യക്തികളുണ്ട്. പ്രിയപ്പെട്ടവരെ, ലോകത്തിന് സന്തോഷവും സമാധാനവും നൽകുവാനായിട്ട് സാധിക്കുക ദൈവത്തിൻ്റെ വചനം മാത്രമാണ്. ഇനി ഈ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ 5 മേഖലയിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ മേഖല എന്ന് പറയുന്നത് ശാരീരിക മാനസിക സൗഖ്യം ലഭിക്കുകയാണ് ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിലെ 17-ാമത്തെ അധ്യായത്തിലെ 14-ാമത്തെ വചനം നമ്മൾക്ക് സുപരിചിതമാണ്. ദൈവമേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സുഖമാക്കപ്പെടും. ദൈവമേ, എന്നെ രക്ഷപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ രക്ഷ പ്രാപിക്കും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. പ്രിയപ്പെട്ടവരെ, ഈ വചനം പറഞ്ഞ കാര്യമുണ്ടല്ലോ, ആദ്യ ഭാഗത്ത് 17-14 ആദ്യ ഭാഗത്ത് കർത്താവേ, ദൈവമേ, എന്നെ സുഖപ്പെടുത്തണമേ എന്ന ശാരീരിക സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ ഭാഗത്ത് പ്രാർത്ഥിക്കുന്ന എന്താ? കർത്താവേ, എന്നെ രക്ഷപ്പെടുത്തണമേ, അടിമത്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. സ്നേഹമുള്ളവരെ, അപ്പോൾ ശാരീരിക സൗഖ്യം എന്ന് പറയുമ്പം അത് നമ്മൾ ലാഘവമായിട്ട് കാണരുത്. ഇതിൻ്റെ അർത്ഥം ഒരു രോഗം വന്നു അല്ലെങ്കിൽ വലിയ മാനസിക സംഘർഷങ്ങളിലൂടെ അടിമത്തങ്ങളിലൂടെ കടന്നു പോകുമ്പം ട്രീറ്റ്മെൻറ്റ് വേണ്ട എന്നുള്ളതല്ല. മറിച്ച് ദൈവിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ, ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കുമ്പോൾ വലിയ മാറ്റം സംഭവിക്കും. കാരണം മനുഷ്യൻ്റെ രക്ഷാകര പദ്ധതിയിൽ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം മനുഷ്യൻ്റെ സഹകരണം കൂടെ ആവശ്യപ്പെടുന്നുവെന്നാണ് വിശുദ്ധ അഗസ്റ്റിനോസ് പുണ്യവാളൻ പറഞ്ഞു വെച്ചത്. എനിക്ക് ഒരു വ്യക്തിയെ അറിയാം. 2022 വലിയൊരു അപകടമുണ്ടായി. അതിനുശേഷം അദ്ദേഹം തീർത്തും കിടപ്പായി. നടക്കാൻ പറ്റില്ല എന്ന് പോലും വൈദ്യശാസ്ത്രം പറഞ്ഞു. കാരണം അത്രമാത്രം അദ്ദേഹത്തിൻ്റെ സ്പൈനൽ കോഡിന് അത്രമാത്രം ക്ഷതം സംഭവിച്ചിരുന്നു. നടക്കാൻ പറ്റില്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാലോ, ഏകദേശം 50-52 വയസ്സ് പ്രായമേ ഈ വ്യക്തിക്കുള്ളൂ. ഇങ്ങനെ വന്നു കഴിയുമ്പം ഭയങ്കര വിഷമമാണ്. എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുകയാണ് ചെയ്തത്. നല്ലൊരു വീടൊക്കെ ഉണ്ടാക്കി, മക്കളുടെ കാര്യമൊക്കെ കഴിഞ്ഞു, ഇനി ശാന്തമായി സന്തോഷമായി ജീവിക്കാമെന്നൊക്കെ വിചാരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു ആകസ്മികമായ ഒരു അപകടം വരുന്നത്. പ്രതീക്ഷകളൊക്കെ മറയുന്ന, ഇരുളടയുന്ന നിമിഷങ്ങൾ. എന്നാൽ ഇദ്ദേഹത്തിന് ഒരു സൈഡിലൂടെ കൗൺസിലിങ്ങും
മറുവശത്ത് ഫിസിയോതെറാപ്പിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇദ്ദേഹത്തെ പലപ്പോഴും സന്ദർശിക്കുക പതിവായിരുന്നു സമയം കിട്ടുമ്പോഴൊക്കെ. കാരണം എൻ്റെ ഒരു സ്നേഹിതനാണ്. ഞാൻ അദ്ദേഹത്തോട് പറയുമായിരുന്നു, ഞാനൊരു വചനം തരാം, ആ വചനം വിശ്വസിച്ച് പ്രാർത്ഥിക്കണം, അതോടൊപ്പം തന്നെ ഈ പറയുന്ന എല്ലാ ദൈവിക സംവിധാനങ്ങളോടും കൂടെ സഹകരിക്കുകയും ചെയ്യണം, വലിയ മാറ്റമുണ്ടാകുമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം ഇങ്ങനെ ശാരീരിക സൗഖ്യത്തിന് വേണ്ടിയിട്ട് ഈ വചനം ചൊല്ലി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സുഖമാക്കപ്പെടും. ജെറമിയ 17:14. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഞാൻ അദ്ദേഹത്തെ കണ്ടു. ഇടയ്ക്കൊക്കെ ഫോണിലൂടെ സംസാരിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അച്ചോ, എൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് അത് പെട്ടെന്നുള്ള ഒരു വ്യത്യാസമല്ലായിരുന്നു. ഇത് പ്രാർത്ഥിക്കുമ്പം എനിക്ക് എൻ്റെ മനസ്സ് ശക്തിപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ പതുക്കെ 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 എൻ്റെ മനസ്സ് ദൈവത്തിലേക്ക് ഉയർന്നു. എനിക്ക് നടക്കാൻ പറ്റുമെന്ന ഒരു ബോധ്യത്തിലേക്ക് ഞാൻ പതുക്കെ പതുക്കെ വന്നു. ഏകദേശം 7 മാസം മുൻപ് അദ്ദേഹം പതുക്കെ പതുക്കെ വാക്കറിൻ്റെ സഹായത്തോടു കൂടെ നടക്കുവാനായിട്ട് ആരംഭിച്ചു. ഞാൻ അദ്ദേഹത്തെ സന്ദർശിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പറഞ്ഞു, ഇനിയും ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നിർത്തരുത്, അത് തുടരണം. കാരണം എന്താ, ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കുവാനായിട്ട് ഒരു നിമിഷം മതി. അദ്ദേഹം പറഞ്ഞു, അച്ചോ, ഇപ്പോൾ ഞാൻ ഫിസിയോതെറാപ്പിക്ക് പോകുമ്പം തെറാപ്പി ചെയ്യുന്ന വ്യക്തി എൻ്റെ അടുക്കലുണ്ടെങ്കിൽ എനിക്ക് 6-7 സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കാനായിട്ട് പറ്റും. അദ്ദേഹം ഇല്ലെങ്കിൽ മനസ്സ് പെട്ടെന്ന് തളരും. അതുകൊണ്ട് ഞാൻ കുറച്ച് നാളത്തേക്കൂടെ വാക്കുകളോട് പൊക്കോളാനാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കറിയാം ഞാൻ ഈ വചനം പ്രാർത്ഥിച്ചു കഴിയുമ്പം പതുക്കെ എനിക്ക് വാക്കറിൻ്റെ സഹായമില്ലാതെ നടക്കാൻ സാധിക്കുമെന്ന്. സ്നേഹമുള്ളവരെ, അതാണ് വിശ്വാസം. വൈദ്യശാസ്ത്രം എഴുതി തള്ളുമ്പോൾ പോലും മനസ്സിന് ശക്തി കൊടുക്കുന്നത്, ആർജവം കൊടുക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. പ്രിയപ്പെട്ടവരെ, ആ വചനമാണ് നമ്മൾ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇനി സ്നേഹമുള്ളവരെ, ഒരുപക്ഷെ ഞാൻ ഈ വചനം പറയുമ്പം നിങ്ങൾക്ക് ഈ വചനം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ ടോക്ക് യൂട്യൂബിലൂടെ വരുമ്പം നിങ്ങളത് ഷെയർ ചെയ്യുവാനായിട്ട് മറക്കരുത്. കാരണം എന്താ, അനേക ആയിരങ്ങളിലേക്ക് ദൈവത്തിൻ്റെ വചനം ആഴപ്പെടണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ മിനിസ്ട്രിയിൽ ബൈബിള് ലോകമെമ്പാടും എത്തിക്കുക എന്നുള്ള മിനിസ്ട്രിയിലേക്ക് നമ്മളൊക്കെ പങ്കുകാരാകുകയും ചെയ്യണം. അങ്ങനെയാ, അത് വലിയൊരു ഇവാഞ്ചലൈസേഷനാണ്. ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ നമുക്ക് ഇവാഞ്ചലൈസേഷൻ നടത്തുവാൻ പറ്റുക ഈ ഒരു മാർഗത്തിലൂടെ മാത്രമേ ഉള്ളൂ. നമ്മുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരെ സഭയിലേക്ക് ചേർക്കുക എന്നുള്ളതല്ല, മറിച്ച് ധാർമ്മികമായി ജീവിക്കുവാനായിട്ട്, ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിക്കുവാനായിട്ട്, സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാനായിട്ട്, ജീവിതത്തിലെ ദുഃഖങ്ങളും തകർച്ചകളിലുമൊക്കെ ദൈവത്തോട് ചേർന്ന് നിന്ന് രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട്, ജീവിതം സ്വയം അവസാനിപ്പിക്കുന്നത് നിർത്താനായിട്ട്, അങ്ങനെ പതുക്കെ പതുക്കെ അവരെ പടുത്തുയർത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സ്നേഹമുള്ളവരെ, അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. ദൈവം ശാരീരികമായ സൗഖ്യം വചനത്തിൻ്റെ ആ മേഖലയിലൂടെ നമുക്ക് നൽകുന്നു. ഇനി മാനസിക സംഘർഷം, മാനസിക അവസ്ഥയിലൂടെ, മാനസിക വ്യഥയിലൂടെ കടന്നു പോകുന്നവർക്ക് ഈ വചനം വലിയ ആശ്വാസമാണ്. ഈ ജെറമിയ 17:14b, കർത്താവേ എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷ പ്രാപിക്കും. എന്നെ രക്ഷിക്കണമേ. എന്തിൽ നിന്ന് എന്നെ രക്ഷിക്കണം? അടിമത്തങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണം. അടിമത്തം എന്ന് പറയുമ്പോൾ ആൽക്കഹോളായിരിക്കാം, ഡ്രഗ്സ് ആയിരിക്കാം, സ്ക്രീൻ അഡിക്ഷൻ, നമ്മുടെ സമയം മുഴുവൻ സ്ക്രീനിന് മുമ്പിലേക്ക്, നമ്മുടെ ഭക്ഷണം ഉപേക്ഷിക്കുന്നു, ജോലി ഉത്തരവാദിത്തങ്ങൾ ഉപേക്ഷിക്കുന്നു, ഒരു നോട്ടിഫിക്കേഷൻ കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് സ്ക്രീൻ എടുക്കുന്നു, നമ്മുടെ ഗാഡ്ജറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രോൾ ചെയ്ത് സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ അറിയുന്നില്ല. ഇത് വലിയൊരു അഡിക്ഷനാണ്, അടിമത്തമാണ്. ഇങ്ങനെയുള്ള അടിമത്തങ്ങളിൽ നിന്നൊക്കെ മോചനം നേടുവാനായിട്ട് ഈ വചനം നമ്മെ രക്ഷിക്കുക. നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും, പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന വ്യക്തികൾ, നിങ്ങളുടെ ഇടയിലോ നിങ്ങളുടെ കുടുംബത്തിലോ സഹപാഠികളുടെ ഇടയിലൊക്കെ ആരെങ്കിലുമൊക്കെ അടിമത്തമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ എന്നെ രക്ഷിക്കണമേ, അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഈ വ്യക്തിയെ രക്ഷിക്കണമേ, അപ്പോൾ അവൻ അവൾ സുഖമാക്കപ്പെടും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ചെയ്തത്. അതുകൊണ്ട് ഈ വചനം എന്ന് പറയുന്നത് ശാരീരിക സൗഖ്യം നൽകുന്നു, അതോടൊപ്പം തന്നെ മാനസികമായ ഒരു വിടുതൽ, അടിമത്തങ്ങളിൽ നിന്നുള്ള ഒരു വിടുതൽ നമുക്ക് നൽകി അനുഗ്രഹിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. രണ്ടാമത്തെ തലം എന്ന് പറയുന്നത്
വചനം പ്രായോഗികമായ ജീവിത നിർദ്ദേശങ്ങൾ നമ്മൾക്ക് നൽകുന്നു. ചിലരൊക്കെ ആത്മീയ ഗുരുഭൂതരുടെ ആചാര്യന്മാരുടെ അടുക്കലൊക്കെ എത്തി ഉപദേശങ്ങൾ സ്വീകരിക്കാറുണ്ട്. നല്ലത് തന്നെയാണ്. ചിലരൊക്കെ അവരെ അവരുടെ അടിമകളായിട്ട് വെക്കുന്നതും നമുക്കറിയാലോ. എന്നാൽ ഏറ്റവും നല്ലത് വചനത്തിലൂടെ പോവുകയാണ്. ആ വചനമാണ് എങ്ങനെയാണ് ജീവിക്കേണ്ടത്. ജീവിതത്തിൽ വേദനകളും തകർച്ചകളും ഒക്കെ ഉണ്ടാകുമ്പം എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടതെന്നതിനെക്കുറിച്ചുള്ള പ്രായോഗികമായ ഒരു സന്ദേശമാണ് നമ്മൾക്ക് നൽകുന്നത്. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാമത് അധ്യായത്തിലെ 2-ാമത്തെ വചനം, ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപപ്പെടരുത്, മറിച്ച് മനസ്സിൻ്റെ നവീകരണം വഴി ദൈവത്തിങ്കിലേക്ക് വരിക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, മനസ്സിൻ്റെ നവീകരണം വഴി നമ്മുടെ ചിന്തകളേക്ക് മാറ്റി ദൈവത്തിങ്കിലേക്ക് വരണം. നമ്മുടെയൊക്കെ ചിന്തകളെ മാറ്റിയാൽ നമ്മുടെ വികാരങ്ങളും പ്രവൃത്തികളും മാറുമെന്ന് കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി CBTയും പറയുന്നുണ്ട്. അപ്പോൾ വചനം പറയുന്നു, മനസ്സിൻ്റെ നവീകരണം വഴി നിങ്ങൾ രൂപാന്തരപ്പെടുവിൻ എന്ന്. ഇനി ഈ മനസ്സിൻ്റെ നവീകരണം വഴി നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ നമ്മളെ സഹായിക്കുന്നത് വചനമാണ്. അതായത് നമുക്കറിയാലോ, ഈ വചനത്തിൽ പ്രത്യേകിച്ച് സുഭാഷിതങ്ങൾ, പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ ഇതിലൊക്കെ പ്രായോഗികമായ ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇപ്പം നമുക്ക് എങ്ങനെ നാളെ സുഹൃത്ത് ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കാം, നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെ കീപ്പപ്പ് ചെയ്യാം, സമൂഹത്തിന് മുൻപിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, അങ്ങനെ ധാരാളം പ്രായോഗികമായ നിർദ്ദേശങ്ങളൊക്കെ ഈ വചനഭാഗങ്ങൾ നമ്മൾക്ക് നൽകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, ഈ പുസ്തകങ്ങളിലെ ഈ വചനങ്ങൾ വായിച്ചു കഴിയുമ്പം മനസ്സിൽ പതുക്കെ നവീകരണം വരും. ആ മനസ്സിൽ നവീകരണം വന്നു കഴിയുമ്പം ചിന്തയിൽ മാറ്റം വരും. ചിന്തയിൽ മാറ്റം വന്നു കഴിയുമ്പം ജീവിതത്തിൽ വലിയ മാറ്റമാണ്. കാരണം എന്താ? കാഴ്ചപ്പാടുകൾ മാറി പിന്നെ വലിയ വ്യത്യാസമാണ് ജീവിതത്തിലേക്ക് വരുന്നത്. അതാണ് പറയുന്നത്, മനസ്സിൻ്റെ നവീകരണം വചനം വായിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ 2-ാമത് തലം മാനസികമായ മനസ്സിൻ്റെ നവീകരണത്തിന് വേണ്ടി നമ്മൾക്ക് യത്നിക്കാം. 3-ാമത്തെ തലം എന്ന് പറയുന്നത്, ബന്ധങ്ങളിൽ വിള്ളലുകളുണ്ടായാൽ എങ്ങനെ അതിനെ അതിജീവിക്കാം. വചനം പറയുന്ന കാര്യം ഇതാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാമത് അധ്യായത്തിൽ 17-18 വചനങ്ങൾ, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്, പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ ദൈവത്തിൻ്റെ ക്രോധത്തിന് വിടുക എന്നുള്ളത്. സ്നേഹമുള്ളവരെ, ഇത് വലിയ ഒരു സവിശേഷമായ ഒരു കാര്യമാണ്. ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുന്ന എപ്പോഴാണ്? അവൻ ചെയ്യുന്നു, അവൾ ചെയ്യുന്നു, അതേ രീതിയിൽ അതേ നാണയത്തിൽ പ്രത്യുത്തരം നടത്തുമ്പോൾ അവിടെ വിള്ളലുകൾ ഉണ്ടാകുന്നു. ഈ ലോകത്ത് ഇതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വചനം പറയുന്നത്, നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുക്കുക, ദൈവം പ്രവർത്തിക്കും. എന്നാൽ പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരും സർപ്പങ്ങളെപ്പോലെ വിവേകികളുമായിരിക്കുവാനുള്ള ഒരാഹ്വാനവും വചനം നമുക്ക് നൽകുന്നുണ്ട്. 4-ാമത്തെ തലം, വചനം വായിക്കുമ്പോൾ നമ്മളെ തന്നെ തിരിച്ചറിയാനും അതോടൊപ്പം വലിയ ഒരു മനഃശക്തിയും തുറക്കുകയാണ് ചെയ്യുന്നത്. ചില വ്യക്തികൾ പറയും, എനിക്കൊന്നും പറ്റില്ല, എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, ഇനി എനിക്ക് പഴയതുപോലൊരു ജീവിതം നയിക്കുവാനായിട്ട് സാധ്യമല്ല. വലിയ തകർച്ചയിലൂടെ നിരാശാജനകമായ ചില കാര്യങ്ങളാണ് അവർ പങ്കുവയ്ക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, വചനം പറയുന്ന ചില കാര്യങ്ങൾ ഓർത്തേ, എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്ക് എല്ലാം ചെയ്യുവാൻ സാധിക്കും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാമത് അധ്യായത്തിലെ 13-ാമത്തെ വചനം നിങ്ങൾക്കറിയാം. പല വ്യക്തികളും എന്നോട് പങ്കുവച്ചിട്ടുണ്ട്, അച്ചോ ഈ വചനം ചൊല്ലി പ്രാർത്ഥിച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പം വലിയ മാറ്റം എൻ്റെ ബിസിനസ്സിൽ, എൻ്റെ പഠിപ്പിൻ്റെ മേഖലയിൽ, എൻ്റെ ജോലി മേഖലയിൽ സംഭവിച്ചിട്ടുണ്ടെന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് സാധ്യമല്ല എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല, എന്നെ ശക്തനാക്കുന്ന ഒരുവൻ എൻ്റെ കൂടെയുണ്ട് എന്ന ബോധ്യമുണ്ടെങ്കിൽ ഇതാ ജീവിതം മാറുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സഫാനിയയുടെ പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 17-ാമത്തെ വചനം പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേ ഉണ്ട് എന്ന്.
പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കും നിങ്ങളാരും തകർച്ചയുടെ വക്കിലൂടെ കടന്നു പോവുകയാണെങ്കിൽ സെഫാനിയ 3:17-18 വായിക്കണം. കാരണം എന്താ? ദൈവമായ കർത്താവ് നിന്റെ മധ്യയുണ്ട്. വിജയം നൽകുന്ന കർത്താവ് നമ്മുടെ മധ്യയുണ്ട്. അതെ, വിജയം അത് സുനിശ്ചിതമാണ്, അത് അകലെയല്ല. ശ്രമിക്ക്, ദൈവം നിന്റെ കൂടെയുണ്ട്. ഈ ഒരു ശക്തിയാണ് വചനം നൽകുന്നത്. 5-ാമത്തെ കാര്യം, വചനം സഹനങ്ങളിൽ ആശ്വാസം നൽകുന്നു. സഹനങ്ങളിൽ എനിക്കറിയാം, ചില കർഷകർ എന്നോട് പങ്കുവയ്ക്കാറുണ്ട്, അച്ചോ, ഈ ചില സമയത്ത് റബ്ബറിനോ കാപ്പിക്കുരുവിനോ തേയിലയ്ക്കൊക്കെ നല്ല വിലയുണ്ടാവും. ചിലപ്പം വിലയുണ്ടാവില്ല, എല്ലാം ഇങ്ങനെ കേടുവന്ന് നശിച്ചു പോകുന്ന അവസ്ഥയുണ്ടാവും. അപ്പോഴൊക്കെ എല്ലാം ഇംബാലൻസ് ആവും. കാരണം എന്താ? താളം തെറ്റി. മക്കളുടെ പഠനം, ലോണ്, അങ്ങനെ മറ്റു പല കാര്യങ്ങളും. അപ്പോഴൊക്കെ അവർ പറയാറുണ്ട്, രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കം വരാത്ത നിമിഷങ്ങളാണ്. കാരണം എന്താ? നാളെയെക്കുറിച്ച് ചിന്തിക്കുമ്പം പ്രതീക്ഷയുണ്ടായിരുന്നു, ഇനി പ്രതീക്ഷ നൽകുന്ന കൃഷിയിടങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്നില്ല. അപ്പോൾ എന്തു ചെയ്യണം? നമുക്കൊക്കെ ആശ്വസിപ്പിക്കാനായിട്ടൊരു പരിധിയുണ്ട്. വചനങ്ങളിലൂടെ കടന്നു പോകുമ്പം ഭയങ്കര ശക്തിയാണ്. ഞാൻ പറഞ്ഞില്ലേ, നിൻ്റെ യോദ്ധാവായ ദൈവം നിന്നോട് കൂടെയുണ്ട്, നിൻ്റെ സഹനങ്ങളിൽ കൂടെയുണ്ട്. അതെ, ഈ വചനങ്ങളൊക്കെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇത് കർഷകൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, ജോലി നഷ്ടപ്പെട്ട വ്യക്തികളുണ്ട്, ഇനി ജോലി തേടി നടക്കുന്ന വ്യക്തികളുണ്ട്. വലിയ വധിയിലൂടെ, ഇനി വലിയ സഹനങ്ങളിലൂടെ, നൊമ്പരങ്ങളിലൂടെ, വിവാഹബന്ധമൊക്കെ വേർപെടുത്തിയവരുണ്ട്, അല്ലെങ്കിൽ വേർപെടുത്തിയിട്ടില്ലെങ്കിൽ പോലും വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ട്, തകർച്ചയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ട്. പ്രിയപ്പെട്ടവരെ, വചനം വായിക്കുമ്പം നമുക്ക് ശക്തിയാണ് ലഭിക്കുന്നത്. ആയതിനാൽ ദൈവത്തിൻ്റെ വചനം വായിക്കാൻ, ധ്യാനിക്കാൻ, ശ്രവണ മനന നിത്യാസന, ശ്രവിക്കണം, ധ്യാനിക്കണം, പ്രായോഗിക ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരണം. അതോടൊപ്പം തന്നെ വചനം ലോകമെമ്പാടും എത്തിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക്, അല്ലെങ്കിൽ യേശുവിനെ അറിയാത്ത ഒരു വ്യക്തിക്ക് ഒരു ബൈബിൾ സമ്മാനമായിട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു വചനം അവനെ മാറ്റിമറിക്കും, അവൻ്റെ വലിയ ശക്തി കൊടുക്കും. അതെ, നമുക്കും ഈ സുവിശേഷ പ്രഘോഷണത്തിൽ പങ്കുചേരാം. അനേക ആയിരങ്ങൾ, ലക്ഷങ്ങൾ ദൈവത്തെങ്കിലേക്ക്, യേശുവിലേക്ക് വരട്ടെ. സന്തോഷമാണ് വേണ്ടത്, സമാധാനമാണ് വേണ്ടത്. അങ്ങനെ നല്ലൊരു സംവിധാനത്തിന് വേണ്ടി, നല്ലൊരു ദിനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.